നിന്റെ നാത്തൂനാണോ കുഴപ്പം അതോ മരിച്ചു പോയ അങ്ങേർക്കാണോ കുഴപ്പം? നിങ്ങൾ എന്ത് തീരുമാനമൊക്കെ എടുത്തെന്നൊക്കെ ഇവള് പറയുന്ന കേട്ടല്ലോ. എന്ത് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്? ആ ഇവിടുത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവളൊന്നും പറഞ്ഞില്ലേ അടുത്ത്? അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇക്കയും കൂടെ വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇക്കയും കൂടെ വന്നിട്ട് പറയാന്ന് കരുതി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കാര്യം തുറന്നു പറ. അളിയെ മരിച്ചിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു. ഇനിയും ഇവിടെ കാര്യത്തിന് ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കേണ്ടേ അമ്മ? ഇനിയിപ്പം ഇവിടെ കാര്യത്തിൽ തീരുമാനം വേണം. ഇവക്കൊരു നല്ലൊരു ജീവിതം വേണ്ടേ? അപ്പോ എൻ്റെ അവിടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇതുപോലെ ഒരു വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ബന്ധമൊക്കെ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇനിയിപ്പോ ഇവക്കൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഓരോരുത്തരുടെ ചോദ്യം കഴിഞ്ഞു. ഒരു വർഷം ആയിട്ടും ഇവക്ക് എന്താ വേറെ കല്യാണം കഴിപ്പിക്കാത്തെന്നാ ചോദിക്കുന്നത്. അതാ. ഉം. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അല്ലാതെ എനിക്കൊരു ജീവിതമൊന്നും വേണ്ട. കണ്ട, നല്ല കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്. പിന്നെ എവിടെ പാവം തന്നെ ജീവിതകാലം മുഴുവനും മരിച്ചുപോയ ഭർത്താവിനെ ഓർത്ത് കരയാനാണോ? ഇതിപ്പോ ഞങ്ങളുടെ ചോദിക്കത്തുള്ളൂ. പെങ്ങളെ കാര്യത്തിനും തീരുമാനം എടുക്കുന്നില്ല, പെങ്ങളെ കെട്ടിക്കുന്നില്ല, നാത്തൂനെ കെട്ടിക്കുന്നില്ല, ഇതൊക്കെ ഞങ്ങളുടെ ചോദിക്കുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം വന്നപ്പോൾ അത് പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടാകുന്ന ഉമ്മ ഷടാ. ഉമ്മ എന്താമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല തെറ്റായിട്ടും എല്ലാം പറഞ്ഞ. ഇതിപ്പോ അവൾക്കൊരു ജീവിതം വേണ്ടേ? ഇപ്പൊ നല്ല അയാളൊരു രണ്ടാം കെട്ടുകാരനാണ്. അയാളുടെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട്. ആ വകയിൽ ഒരു ചെറുക്കനേ ഉള്ളു. സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ അത് പറഞ്ഞപ്പോ അവള് പറഞ്ഞിട്ട് പോയത് കണ്ട. ഉമ്മ എന്തൊന്നും മിണ്ടാതിരിക്കുന്നു? ഉമ്മയും കൂടെ അല്ലേ പറയേണ്ടത്? നമ്മളിങ്ങനെ നിർത്താനാണോ? അവൾക്കൊരു ജീവിതം വേണം. അതെൻ്റെ കണ്ണടഞ്ഞതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനൊരു ജീവിതം വേണം. പക്ഷെ അവൾക്ക് ഇച്ചിരി സമയമൊക്കെ കൊടുക്കണം. മിക്ക അടുത്ത് ശരിയാണ്, ഒരു വർഷം ആകുന്ന ഒരാണായാലും പെണ്ണായാലും ഒക്കെ 6 മാസം മുമ്പേ കല്യാണം കഴിക്കുന്നുണ്ട്. അത് എല്ലാവരും ആ കൂട്ടത്തിൽ കൂട്ടരുത്. ഈ ബന്ധം പോന്നെങ്കിൽ പോട്ടെ. അതുമല്ല, കൊച്ചുങ്ങളുള്ള ബന്ധമൊന്നും വേണ്ട. ഇനിയും വരും. അത് അവൾ ആദ്യം ഒന്നും ആവാം, അവളൊന്ന് നേരെ ആവട്ടെ. അതിനു മുമ്പേ അടുത്തന്നെ പിടിച്ച് കെട്ടിക്കാന്ന് പറഞ്ഞാൽ അവളെ കൊല്ലത്തിന് തുല്യ വിലയടാ. ഇതിപ്പോ അവള് പറഞ്ഞ പോലെ എനിക്ക് തോന്നുക, എൻ്റെ മോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വല്ല ബുദ്ധിമുട്ടുണ്ടാ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലിരുന്നാൽ മതി. അവിടെ സമയം സന്ദർഭം നോക്കി ഒരു കല്യാണം നടത്തും, അത്രയും മതി. ഞാൻ നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വേണ്ടാന്ന്. ഉമ്മയുടെ വായിരിക്കുന്നതും കേട്ട്, എന്റെ പെങ്ങടെ വായിരിക്കുന്നതും ഞാൻ കേട്ടു. അവൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവളിപ്പോ പറഞ്ഞിട്ട് പോയത്. നിന്റെ ഓരോ കുറുട്ടുബുദ്ധിയിൽ ഞാൻ ചെന്ന് പെട്ട്. ദേ, ഇനി കല്യാണം കില്യാണം എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കരുത്. അവൾക്ക് ഇഷ്ടമുള്ളപ്പം അവൾക്ക് ഞാൻ കൊണ്ടു കൊടുത്തോളും. അവള് തുറന്നു പറയട്ടെ. പറഞ്ഞേക്കാം. ഓരോ ഐഡിയയും കൊണ്ട് വന്നിരിക്കും. ഇതിപ്പോ ഞാൻ പറഞ്ഞതാണോ കുറ്റമായത്? ഓ, നല്ല കാര്യം ചെയ്തപ്പോൾ അത് കുറ്റമായി. ഇനി ഈ കുരിശിനി എത്ര നാളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. എങ്ങനെങ്കിലും ഒന്നും എന്ന് പറഞ്ഞു വിടാൻ നോക്കിയപ്പോൾ ഇതിപ്പോ അങ്ങനെയായി. ശ്ശോ. ആഹാ, മോളിവിടെ നിൽക്കുകയായിരുന്നാ? എനിക്ക് തോന്നി. പണ്ട് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലും നീ ഇവിടെ വന്നാന്നല്ലോ നിൽക്കാറ്. മോള് അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. അവന് നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ. എനിക്കൊരു നല്ലൊരു ജീവിതം കിട്ടിയ അതല്ലേ മോളെ എത്ര നാളെന്ന് പറഞ്ഞ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. മരിച്ചു പോകാനുള്ളവർ പോയി, ഇനി അത് ഓർത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഉമ്മാടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ജീവിതം വേണ്ട. എൻ്റെ മനസ്സിൽ തന്നെ എൻ്റെ മരണം വരെ എൻ്റെ ഇക്ക തന്നെയാണ് എൻ്റെ ഉള്ളിൽ. അല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഉമ്മാടുത്തൊരു കാര്യം പറയട്ടെ? എന്താ മോളെ? എന്നെ സുമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ എൻ്റെ കൂടെ പഠിച്ച? അവൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളൊരു ഷോപ്പ് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനൊരു പാർട്ടായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ താമസമൊക്കെ അവിടെ തന്നെ, ഒരു ഫ്ലാറ്റൊക്കെ അവൾ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അവൾക്കും കൂടെ അവിടെ ഒന്നിച്ച് താമസിക്കുകയൊക്കെ ചെയ്യാമല്ലോ.
എനിക്കൊരു വരുമാനമാകും, ഒരു ചേഞ്ചും ആകും. പിന്നെ വല്ലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വന്നാൽ മതിയല്ലോ. അതാകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാകും. സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതൊന്നും വേണ്ട, ഞാൻ സമ്മതിക്കത്തുമില്ല. നിനക്ക് ജോലിക്ക് പോകണമെന്നാണെങ്കിൽ നീ ജോലിക്ക് പൊക്കോ. അത് വേറെ സ്ഥലത്തൊന്നും വേണ്ട, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടുവാണെങ്കിൽ നീ പൊയ്ക്കോ. ഇതിപ്പോൾ നീ ജോലി ചെയ്ത് ഇവിടെ സമ്പാദിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ജീവിക്കേണ്ട, പിന്നെ നിൻ്റെ സമാധാനത്തിന് വേണമെങ്കിൽ നീ പൊക്കോ. പക്ഷെ അല്ലാതെ നീ വേറെ ഒന്നും എൻ്റെ പൊന്നുമോള് പോകേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ ഇവിടെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുമെന്നും പറഞ്ഞ് നീ പേടിച്ച് പോകണ്ട. ഞാൻ ഉമ്മച്ച പറഞ്ഞല്ലോ, മോൾക്ക് ഇഷ്ടത്തോടെ സമ്മതത്തോടെ മാത്രം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. എൻ്റെ കണ്ണടയെന്ന് പറഞ്ഞ് നീ ഇവിടെ നിൽക്കണം, അതേ ഉള്ളൂ. അതല്ല നീ ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അവരങ്ങ് പൊക്കോളും. പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് ഇനി എവിടെങ്ങും ദൂര സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആഹാ, ഒരാളിപ്പോൾ വന്നപ്പം ഇവിടുത്തെ ജോലിയൊക്കെ കൂടിയല്ലേ? കഷ്ടം. എന്ത് കഷ്ടം? അതിന് ഞാനല്ലല്ലോ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നതും. ഇത് ഞാൻ വന്ന നാൾ പോലും ചെയ്യുന്ന ജോലിയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഓരോ കുത്തിത്തിരിപ്പ് കൊണ്ട് വന്നത് ഇത്. അതൊക്കെ പോട്ടെ. ഞാൻ ചോദിക്കാൻ വന്നതല്ല, നിന്നെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിൻ്റെ അമ്മായിയമ്മ അടുത്ത് ചോദിച്ചാലുണ്ടല്ലോ നമ്മൾ കടിച്ചു തീറാനങ്ങ് വരും. അതുകൊണ്ട് എൻ്റെ ഒരു സംശയം നിന്നോട് ചോദിക്കുക. നിൻ്റെ നാത്തൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ? അവനാണെങ്കിൽ ഗൾഫിലും അല്ലായിരുന്നു, നാട്ടിൽ തന്നെയായിരുന്നേ. പിന്നെ നിൻ്റെ നാത്തൂന് വിശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കുഴപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിൻ്റെ നാത്തൂനാണോ കുഴപ്പം അതോ മരിച്ചു പോയ അങ്ങേർക്കാണോ കുഴപ്പം?